മീറ്റിംഗ് കേട്ടത്. അപ്പൊ അതില് നമ്മളെ മനുഷ്യ ശരീരം ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാം പോഷകാഹാരം വേണം, എത്ര കലോറി ആഹാരം വേണം, എന്തെല്ലാം വൈറ്റമിൻസ് വേണം, എത്ര വ്യായാമം ചെയ്യണം എന്നെല്ലാം അദ്ദേഹം പ്രതിപാദിക്കുന്നത് കണ്ടിട്ടപ്പോ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരു സാധാരണ വ്യക്തിക്ക് വൈദ്യശാസ്ത്രത്തിലുള്ള ഇത്രയേറെ അറിവുകൾ ഇത് എങ്ങനെ കിട്ടിയതാണ് ഞാൻ ചിന്തിച്ചത്. നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവൻ കുത്തിരുന്ന് പഠിക്കണം. നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഈ വൈദ്യുതത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇന്നലത്തെ ആ 1 മണിക്കൂർ മീറ്റിംഗ് കൊണ്ട് വളരെ സയന്റിഫിക് ആയിട്ട് അദ്ദേഹം അത് പ്രൂഫ് ചെയ്ത്. വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഇതെല്ലാം കേൾക്കുന്നതുകൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും എന്റെ ടീമിലുള്ള മെമ്പേഴ്സിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നത്. ഓരോ ദിവസവും എന്റെ ആയുധത്തിന് ഞാൻ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വയം ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന, സ്വയം നേരത്തെ ജോഷി സാർ പറഞ്ഞ പോലെ നമ്മൾ ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ഇടയിലാണ്. പല രീതിയിലുള്ള സംശയങ്ങൾ അവർക്ക് ഉണ്ടാവും. ആ സംശയങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്നത്. അവരാണ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ മറ്റുള്ളവരെ ആകർഷിച്ചുകൊണ്ട് നല്ലൊരു ലീഡറായിട്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യം ഈ വൈറ്റോറിയത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് മാത്രമല്ല, സാമൂഹ്യപരമായിട്ടും നമ്മളെ വ്യക്തിപരമായിട്ടും നമുക്ക് വിജയിക്കാൻ, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറാനായിട്ട് അറിവുകളാണ് ആവശ്യമുള്ളത്. നമ്മൾ വിൽക്കുന്നത് അറിവുകളാണ്. അപ്പൊ ഇന്നലെ രാവിലെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വിനോദ് സാറിന്റെ മീറ്റിംഗ് ഇത് കേട്ടവര് ഭാഗ്യവാന്മാരാണ്. അത് യൂട്യൂബിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, അതൊന്ന് കേൾക്കണമെന്നാണ് ഞാൻ ശുപാർശ ചെയ്യുന്നത്. വൈകുന്നേരം ഒന്ന് ഒഴിവ് കിട്ടിയപ്പോൾ ഇന്നലെ രാവിലെ സുരേഷ് സാർ നടത്തിയ സൂം മീറ്റിംഗിന്റെ ലിങ്ക് എനിക്ക് കിട്ടി. ഇത് ഇന്നലെ രാവിലെ നടത്ത സൂം മീറ്റിംഗിന്റെ ലിങ്കാണ്. അത് കിട്ടിയപ്പോൾ ഞാൻ ആർത്തിയോടെയാണ് അത് കേട്ടത്. കാരണം നല്ലൊരു ട്രെയിനറാണ് സുരേഷ് സാറ്. ഇപ്പോഴത്തെ പുതിയ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പഠിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മീറ്റിംഗ് വളരെ ആർത്തിയോടെയാണ് ഞാൻ കേട്ടത്. കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി കേൾക്കാൻ തോന്നി. 2 പ്രാവശ്യം ഞാനത് കേട്ട് അത് ഈ സമയത്ത് അത് വളരെ അത്യാവശ്യമാണ് നമ്മളുടെ മെമ്പേഴ്സിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യുകയും ചെയ്ത്. മാത്രമല്ല ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ട്, നിങ്ങൾ എല്ലാവരും ഈ മീറ്റിംഗ് സമയമില്ലെങ്കിൽ പോലും ഒന്നുകൂടി സമയം ഉണ്ടാക്കി നിങ്ങളിത് കേൾക്കണം എന്നുള്ള രീതിയിലൊരു വോയിസ് മെസ്സേജ് ഇട്ട്. കാരണം അത്തരം അറിവുകളാണ് നമ്മൾ ഇതിൽ വിജയിപ്പിക്കുന്നത്. കാരണം ഒരു സാധാരണക്കാരൻ ഈ വൈറ്റോറിയത്തിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തിന് എങ്ങനെ ഈ വൈറ്റോറിയത്തിന്റെ ബിസിനസിന്റെ കൊടുമുടിയിലേക്ക് എത്താൻ പറ്റും? ഒരു സാധാരണക്കാരന് 10,000 ഉള്ള പണക്കാരനല്ല, ലക്ഷങ്ങളുള്ള പ്രഭുവല്ല, ഒരു കോടീശ്വരനാകാൻ, ഒരു ശതകോടീശ്വരനാകാൻ എങ്ങനെ ഈ വൈറ്റോറിയം എന്ന വ്യവസായത്തിലൂടെ സാധിക്കും എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനും സാധിക്കും. കാരണം ഒരു വ്യക്തിയുടെ കഴിവല്ല, അവിടെ ഒരു കൂട്ടം ആളുകളുടെ കഴിവാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്. അതുമല്ല, നമ്മൾ ഒറ്റക്കല്ല ചെയ്യുന്നത്. അത് അത്രയും ശക്തമായ രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇന്ന് KBCയിലുള്ളത്. ആ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു ലീഡർ തന്റെ ടീമിലുള്ള മെമ്പേഴ്സിന്, എന്തുമാത്രം മെമ്പേഴ്സിന് ശക്തമായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അവരാണ് ഈ വൈറ്റോറിയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കുന്നത് എന്നാണ് സുരേഷ് സാറ് അടിവരയിട്ട് പറഞ്ഞ കാര്യം. 2 പ്രാവശ്യം ഞാൻ ഇന്നലെ കേട്ട്, അത്ര കേൾക്കാനുള്ള സമയം ഉണ്ടായുള്ളൂ. ഇന്നും ഒരു 2 പ്രാവശ്യം കൂടി ഞാൻ കേൾക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാൻ തയ്യാറാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ ഒരു BOP പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ BOP പ്രോഗ്രാമിൽ ഞാൻ അവിടെ വന്ന സദസ്യരുള്ള എല്ലാ മെമ്പേഴ്സിനോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. മറ്റൊന്നുമല്ല, 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട്? അപ്പൊ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവര് പറഞ്ഞത് ഞങ്ങൾ ആരും തന്നെ മാസം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നില്ല, അതിന്റെ പകുതി പോലും ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ല എന്നാണ് അവർ അവിടെ പറഞ്ഞത്. അതൊരു 30 വയസ്സിന് മേലെ പ്രായം, ഏതാണ്ട് 30, ശരാശരി 30 വയസ്സ് പ്രായമുള്ള അനേകം മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആർക്കും തന്നെ അതിന്റെ പകുതി പോലും വരുമാനം കിട്ടുന്നില്ല എന്നാണ് അവര് വളരെയേറെ സങ്കടത്തോടെ പറഞ്ഞത്. അപ്പൊ ഞാൻ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം.
അവർ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞ് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആരും ഞങ്ങളുടെ പരിചയം, ഞങ്ങളുടെ ബന്ധത്തിലില്ല, ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലില്ല, ഞങ്ങളുടെ നൈബേഴ്സ് സർക്കിളിലില്ല. അങ്ങനെ പ്രതിമാസം ശരാശരി 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരാളെ പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നതാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ പ്രതിമാസം വരുമാനം വാങ്ങിക്കാനും നിങ്ങളുടെ സർക്കിളിലുള്ള കുറേയേറെ മെമ്പേഴ്സിന് മാസം ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ബിസിനസ് അവസരമാണ് ഈ ബയോട്ടോറിയം. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകണമെങ്കിൽ എത്ര കഴിവ് കുറഞ്ഞ വ്യക്തിയാണെങ്കിലും ഇതിന്റെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും, നിങ്ങളുടെ കൂടെയുള്ളവർക്കും വിജയിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. അപ്പൊ ഇവിടെ ഈ വിഷയം തന്നെ എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത്, എങ്ങനെ നമുക്ക് പ്രതിമാസം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന മെമ്പേഴ്സായിട്ട് നമുക്ക് മാറാൻ പറ്റും, നമ്മളുടെ സർക്കിളിലുള്ള മെമ്പേഴ്സിനെ എങ്ങനെ നമുക്ക് ലാഖ്പതിയാക്കാൻ പറ്റും, നമ്മളെ സർക്കിളിലുള്ള മെമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും. അതിനുള്ളൊരു അവസരമാണ് ഈ ബയോട്ടോറിയം കിട്ടിയിരിക്കുന്ന ഓരോരോ അവസരം. കാരണം ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ്. വിപണനം നടന്നാൽ മാത്രമേ അതിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് സ്റ്റാഫിനാണെങ്കിലും ഒരു ബിസിനസ്സുകാരനാണെങ്കിലും വരുമാനം കിട്ടുള്ളൂ. ഒരു ബിസിനസ്സുകാരന്റെ വരുമാനത്തിന്റെ അടിസ്ഥാനം ആ ബിസിനസ്സുകാരന്റെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണോ ആ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കണമെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ് എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ ജനങ്ങൾ വാങ്ങിക്കാനും നന്നായിട്ട് അത് വിറ്റ് പോകാനും ആ വിൽപ്പന നടത്തുന്ന ബിസിനസ്സുകാരന് ലാഭം ഉണ്ടാക്കാനും സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഈ ബയോട്ടോറിയത്തിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളല്ല, അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ്. കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനും എന്റെ ബ്രദറും കൂടി ചാലക്കുടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരുമിച്ച് ഞങ്ങൾ ബസ്സിന്റെ സീറ്റിൽ ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യം, കഴിഞ്ഞ ഒരു 1995 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ വരുന്നത്. ഈ 95 ശേഷമുള്ള കഴിഞ്ഞ 30 വർഷക്കാലത്ത് ഇന്ത്യയിൽ വന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിൽ വന്ന ഏതാണ്ട് 90% മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രവർത്തനം നിന്നുപോയി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മൾ ജോയിൻ ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്നതും ഒരു സാധാരണക്കാരനെ കോടീശ്വരനാക്കുന്നതും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് എങ്കിൽ ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിലനിൽക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി തിരഞ്ഞെടുത്താൽ മാത്രമേ, ആ മൾട്ടി ലെവൽ മാർക്കറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ എപ്പോഴും നോക്കുന്നത് 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിച്ചേരുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ടായെന്നാണ് നോക്കുന്നത്. 1995 വരെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ജീവിതത്തിന്റെ ഒരു അടിത്തറ കെട്ടിപ്പടുത്ത ആളുകളാണ് ഞാനും എന്റെ ബ്രദർ സുരേന്ദ്രനും. പക്ഷെ അതിനുശേഷം കാര്യമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നിന്നിട്ടില്ല. എന്നോട് ഇന്ന് വന്ന ഓരോ ദിവസവും എല്ലാ ദിവസങ്ങളിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പറയാൻ വേണ്ടി ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. അവർ പറയുമ്പോൾ ഞങ്ങൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്. ഒന്ന്, ഇത് നിലനിൽക്കുന്ന കമ്പനിയാണ്, അതാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. നിർഭാഗ്യത്തിന് ഞങ്ങളോട് വന്നു പറഞ്ഞ പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച കമ്പനികളാണ്. ആ കമ്പനികളുടെ ഹിസ്റ്ററി പറയുമ്പോൾ അത് നിലനിൽക്കുന്ന കമ്പനി അല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ ജോയിൻ ചെയ്യാറില്ല. രണ്ടാമത് ഞങ്ങൾ നോക്കുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ്, മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്, മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ഗുണമേന്മയുണ്ട, വിലക്കുറവുണ്ട, അല്ലെങ്കിൽ അതേ വിലയാണോ വരുന്നത്, ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നമാണ്, ജനങ്ങൾക്ക് അത്യാവശ്യമായ ഉൽപ്പന്നമാണ്, ജനങ്ങൾക്ക് അനാവശ്യമായ ഉൽപ്പന്നമാണ്, ഇതിന്റെ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഉൽപ്പന്നമാണ് എന്നാണ് ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഏതാണ്ട് 90% കമ്പനികളും പ്ലാനാണ് പ്രസന്റ് ചെയ്യുന്നത്. അവിടെ പ്രൊഡക്റ്റിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ല. പല മെമ്പേഴ്സും വന്ന് പറയുന്നത്, സാറേ നല്ലൊരു പ്ലാൻ വന്നിട്ടുണ്ടാ എന്നാ പറയുന്നത്, അവിടെ പ്രൊഡക്റ്റ് പറയില്ല. അപ്പൊ നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കില്ല. ഇനി ചില കമ്പനികൾ വന്ന് പറയുമ്പോൾ കമ്പനി നല്ലതാണ്, പ്രൊഡക്റ്റ് നല്ലതാണ്. ഉദാഹരണം വന്നാല് ആംവേ വന്ന് പറയുന്ന സമയത്ത് ആംവേ നല്ല കമ്പനിയായിരുന്നു, ആംവേ നല്ല പ്രൊഡക്റ്റുമാണ്, ആംവേ നല്ല കമ്പനിയുമാണ്, നല്ല പ്രൊഡക്റ്റുമാണ്. പക്ഷെ അതിൽ പ്ലാൻ വളരെ മോശമാണ്, സാധാരണക്കാർക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാൻ അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 1998 കാലഘട്ടത്തിലാണ് DX എന്ന് പറഞ്ഞത്. എന്റെ ടീമിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന രാജീവാണ് അതിന്റെ ഇന്ന് കേരളത്തിലെ തലപ്പത്തുള്ളത്, ഫിയർലെസ് മെമ്പേഴ്സിന് തലപ്പത്തിലുള്ളത്. പക്ഷെ അതിന്റെ പ്ലാൻ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്ങോ മറിഞ്ഞിരിക്കുന്ന ഒരുപാട് കെണികളാണ് നമുക്ക് സംശയം തോന്നിയത്. അതിലൊരു ഡയമണ്ട് പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ, ജൂനിയർ ഡയമണ്ട് ആയിരുന്നെങ്കിൽ അതിന്റെ ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഡയമണ്ട് പൊസിഷൻ ആയിരുന്നു.
അപ്പൊ ജൂനിയർ ഡയമണ്ട് ആയിട്ട് വന്നാല് എങ്ങനെയാണ് ഈ വരുമാനം വിധിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അതിൽ പ്രവർത്തിച്ച് ഡയമണ്ട് ആയ ആളുകളെല്ലാം തന്നെ പ്രവർത്തനം നിർത്തിക്കളയാണ് ചെയ്തത്. കാരണം സൂപ്പർ സീഡിങ് ഉണ്ടാവും. ജൂനിയർ ഡയമണ്ട് ആയ സീനിയർക്ക് വരുമാനം ഉണ്ടാവില്ല, ഔട്ടായി പോകും, സീനിയർ ഔട്ടായി പോകും. അപ്പൊ കാണാൻ പറയത്ത് അതിന്റെ പ്ലാനിങ്ങിലുള്ള കുറെ കെണികൾ ചില മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലുണ്ട്. ഇനി നാലാമത് ഞങ്ങൾ നോക്കുന്ന ഒരു കാര്യം, ഈ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ കഴിവുള്ള സീനിയേഴ്സ് ഉണ്ടാ, അവിടെ ട്രെയിനിങ് സംവിധാനം ഉണ്ടാ. അങ്ങനെയുള്ള ട്രെയിനിങ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഒറ്റക്ക് ഒരാൾ ചെയ്യുന്ന ജോലിയല്ല. ഇതിലേക്ക് കടന്നു വരുന്ന ഓരോ മെമ്പേഴ്സിനും ശക്തമായ ട്രെയിനിങ് കൊടുക്കണം. എത്ര വരുമാനം കിട്ടുന്ന മെമ്പേഴ്സ് ആണെങ്കിലും ശക്തമായ ട്രെയിനിങ് വേണം. ഇന്നലത്തെ സൂം മീറ്റിംഗിൽ, ഇന്നലത്തെ രാവിലത്തെ സൂം മീറ്റിംഗിൽ സുരേഷ് സാർ പറഞ്ഞതുപോലെ നമ്മൾ ഒരു മൊബൈൽ ഫോൺ പോകും, വീണ്ടും ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് എത്ര ശക്തമായ ലീഡർ ആയിട്ട് വന്നൊരു വ്യക്തിയാണെങ്കിലും എല്ലാവരും ഈ രീതിയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ട്രെയിനിങ് സംവിധാനം വേണം. ആ ട്രെയിനിങ് സംവിധാനമുള്ള ടീമാണ് എന്നാണ് പരിശോധിക്കാറുള്ളത്. ഇവിടെ KBSE സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ശക്തമായ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് KBC ഗ്രൂപ്പ്. ഇതിനു മുമ്പ്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. ഒരുപാട് മെമ്പേഴ്സ് അതിൽ വിജയിച്ചതാണ്. പക്ഷെ ആ ടീമിന്റെ പ്രവർത്തനം നിലച്ചു പോയതിന്റെ കാരണം അവിടെ VOP പ്രോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതുതായിട്ട് വരുന്ന മെമ്പേഴ്സിനെ ആകർഷിച്ച് ഈ പ്രസ്ഥാനത്തിൽ ഒരു ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള ട്രെയിനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ലീഡേഴ്സ് ആകാനുള്ള, അവർക്ക് ലീഡേഴ്സ് എന്ന് പറഞ്ഞാല് കടന്നു വരുന്ന ഒരു വ്യക്തി അത് ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറാണ്. ആ കസ്റ്റമർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് ആ വ്യക്തി ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുന്നത്. കുറേയും കൂടി നല്ല രീതിയിലുള്ള, മികച്ച രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുമ്പോഴാണ് ആ വ്യക്തി ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുന്നത്. ഈ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന വ്യക്തികളാണ് ലീഡേഴ്സ് ആയിട്ട് മാറുന്നത്. വിജയിക്കുന്നത് ടീമുകളാണ് വിജയിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് സിസ്റ്റം നല്ല രീതിയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകൾക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നമ്മളുടെ KBC ഗ്രൂപ്പിൽ ശക്തമായ ട്രെയിനിങ് ആണ് എന്നുള്ളത്, ശക്തമായ ട്രെയിനിങ്. അപ്പൊ ഈ 4 കാര്യങ്ങളും ഒത്തിണങ്ങി ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് ഈബൈറ്റോറിയം. നല്ല കമ്പനിയാണ്, നിലനിൽക്കുന്ന കമ്പനിയാണ്. 2008 ആരംഭിച്ച കമ്പനിയാണ്. 18 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കമ്പനിയാണ്. ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച കമ്പനികളല്ല. 99.9% കമ്പനികളും പ്രവർത്തനം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്ത് കുറെ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു കമ്പനി ആയിരിക്കുള്ളൂ. അവർക്ക് ആവശ്യമായ വരുമാനം കിട്ടുമ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടാവില്ല, കമ്പനിയുടെ പ്രവർത്തനം നിന്നുപോകും. ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടി ഫീൽഡ് സ്റ്റാഫ് ഫീൽഡിൽ അലഞ്ഞ് ശക്തമായ ഒരു ടീം ഉണ്ടാക്കി വരുമ്പോൾ കമ്പനി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക മെമ്പേഴ്സും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ശക്തമായ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിക്കാതിരുന്നതിന്റെ കാരണം അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കാതിരുന്നതിന്റെ കാരണം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് നിലനിൽക്കുന്ന കമ്പനിയാണ്. മാത്രമല്ല ഈബൈറ്റോറിയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈബൈറ്റോറിയം നമ്മളെ കമ്പനി ആദ്യം ആരംഭിക്കുന്നത് ഈ 18 വർഷത്തെ നിസ്തുല സേവന പാരമ്പര്യമുണ്ട്. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ച കമ്പനിയാണ്. ആദ്യ സമയത്ത് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് മാത്രമേ കമ്പനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കമ്പനി ഏതാണ്ട് 22ഓളം രാജ്യങ്ങളിലേക്ക് മാഗൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയായിരുന്നു. ഇന്ത്യയിൽ ഈ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ വിറ്റഴിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിന്റെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാഗൻ തെറാപ്പിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്, നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ ഈ 2 കഴിവുകളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് നാനോ ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് വിദേശ രാജ്യങ്ങളിലേക്ക് അത്രയും ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ടാണ് ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സാധിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് വിറ്റഴിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ഉൽപ്പന്നം കയറ്റുമതി ചെയ്യണമെങ്കിൽ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിലേക്ക് ആ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഈബൈറ്റോറിയം. അത് കാലഘട്ടത്തിന്റെ അനിവാര്യത കൊണ്ട് 2020 കൊറോണ വന്ന് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന്
കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ മറ്റു പല കമ്പനികളുടെയും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിന്നുപോയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബൈ ടൂറിസത്തിന്റെ കയറ്റുമതി നിന്നുപോയി. അവിടെ 24 മണിക്കൂർ എന്നുള്ള രീതിയിൽ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉൽപ്പന്നം കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ കമ്പനി നിലനിൽക്കാൻ വേണ്ടി സ്വദേശത്ത് ഈ ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് ശ്രമിക്കും. പക്ഷെ ആ സമയം എന്ന് പറഞ്ഞാല് കടക്കമ്പോളങ്ങളെല്ലാം അടച്ചിട്ടൊക്കെയാണ്, ജനങ്ങളെല്ലാം വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്താനും ആ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ ഈ ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് ഇതിന്റെ ദീർഘദർശിയായ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ സാഗർ ജോഷി സാർ തയ്യാറായത്. അവിടെ ഒരു വ്യക്തി ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, അദ്ദേഹം ഗുണഫലം ബോധ്യപ്പെടുന്നു, അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് തയ്യാറാകുന്നു. സൂം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്തുന്നു, മൊബൈലിന്റെ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തുന്നു. ഇതിന്റെ കമ്പനിയിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കമ്പനി ഉൽപ്പന്നങ്ങൾ ബൈ പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെയാണ് ഈ കമ്പനി പടിപടിയായിട്ട് വളർന്നു വന്നത്. ഇതിന്റെ ഉൽപ്പന്നത്തിന്റെ മേന്മ കൊണ്ട് മാത്രമാണ് ഇതിന് കൊറോണ യോദ്ധ അവാർഡ് കൊടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. കൊറോണ സമയത്ത് ലക്ഷങ്ങളില്ലാതെ മിച്ച മെമ്പേഴ്സിന് ശരീരത്തിലെ നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനും രക്തത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഉണർത്താനും ശരീരത്തിലേക്ക് വന്നിട്ടുള്ള വൈറസിനെ, ശ്വാസകോശത്തിലെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വൈറസിനെ ഇല്ലാതാക്കാനും കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാനും അങ്ങനെ ഓരോ വ്യക്തികളും ഈ ന്യൂ ഡൈമി മെഡിക്കൽ മാക്ടിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഓരോ വ്യക്തികളും ആരോഗ്യത്തോട് കുറഞ്ഞ സമയം കൊണ്ട് വീടുകളിലേക്ക് തിരിച്ചു പോകുന്ന മനോഹരമായ കാഴ്ചയാണ് ആ കാലഘട്ടത്തിൽ കണ്ടത്. അതുകൊണ്ടാണ് നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് ഈ ബൈ ടൂറിസത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്തത്. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഉൽപ്പന്നങ്ങള് ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വരുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ. വെൽനസ് കമ്പനികൾ ഒരുപാടുണ്ട്, വെൽനസ് ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ മനുഷ്യ ശരീരത്തിലേക്ക് ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ, അതും അകത്തൊരു മരുന്നും കഴിക്കാതെ, ഓയിൽമെന്റ് പുരട്ടാതെ, ഇഞ്ചക്ഷൻ ചെയ്യാതെ, ഓപ്പറേഷൻ ചെയ്യാതെ ഓരോ വ്യക്തികൾക്കും 100% റിലീഫ് കിട്ടുന്ന ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ആദ്യമായിട്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ലോകത്ത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ബൈ ടൂറിസം മാത്രമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ, സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാനും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഗുണഫലം കിട്ടിയ ടെസ്റ്റിമോണിയല്, ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയല് യൂട്യൂബിൽ വന്നിട്ട് അവർക്ക് കിട്ടിയ ഗുണഫലങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഈ ബൈ ടൂറിസത്തിന്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ ടെസ്റ്റിമോണിയൽ ഇന്ന് തന്നെ യൂട്യൂബിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കും, എത്ര ടെസ്റ്റിമോണിയൽ കാണാൻ പറ്റും. പക്ഷെ ഈ ബൈ ടൂറിസത്തില് യൂട്യൂബ് എടുത്തിട്ട് ഈ ബൈ ടൂറിസം ടെസ്റ്റിമോണിയൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയൽ വരുന്നത്. അതിൽ എന്നെ ആകർഷിച്ചൊരു ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് പ്രായമുള്ള ഒരാള്, വളരെ ക്ഷീണിതനായ ഒരാള്, കഴിഞ്ഞ 8 വർഷം സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായ രോഗിയാണ്. 8 വർഷമായിട്ട് പുറം മുഴുവനും പൊട്ടി വീടാൻ വന്ന് പുഴുവരിക്കുന്ന രോഗിയാണ്. നമ്മളെ ന്യൂ ഡൈമി മെഡിക്കൽ മാഗ്നറ്റിന്റെ മാട്രസിലേക്ക് ഒന്ന് മാറ്റി കിടത്തി കയ്യിൽ റെസ്റ്റ് ബാൻഡ് കൊടുത്ത് നമ്മൾ മാഗ്നറ്റിക് വാട്ടർ വായിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് ാണ് നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത്. പ്രിയ സഹപ്രവർത്തകരെ, ഇത് ലോകത്തുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലും കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. നമ്മളുടെ ന്യൂ ഡൈമി മെഡിക്കൽ മാഗ്നറ്റിന്റെ മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ചികിത്സയുടെ ഭാഗമായ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്? രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകണം, കൂടുതൽ ഓക്സിജൻ അദ്ദേഹത്തിന് അവർക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കണം. ഈ 2 പ്രക്രിയ മനുഷ്യ ശരീരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആരോഗ്യവാനായിട്ട് ജീവിക്കും. അദ്ദേഹത്തിന് ഒരു വൈറസിനെയും കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല, ഒരു വൈറസിനും അദ്ദേഹത്തിനെ കീഴടക്കാൻ സാധിക്കില്ല. അപ്പൊ ലോകാരോഗ്യം പറയുന്ന കാര്യം ഇത് രണ്ടുമാണ്. ഇത് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ആയിട്ടുള്ള രാധാകൃഷ്ണ സാർ പറയുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ സാധിക്കുകയാണെങ്കിൽ
മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ കോടാനുകോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു രോഗവും വരില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഞങ്ങളുടെ അറിവ് തന്നെയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്തുള്ള ഒരു വൈദ്യശാസ്ത്രത്തിനും ഈ രണ്ട് കാര്യങ്ങൾ പ്രോപ്പറാക്കാൻ സാധിക്കുന്നില്ല. ഒരു മരുന്നിനും സാധിക്കുന്നില്ല. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും ആരോഗ്യത്തോടെ ജീവിതകാലം മുഴുവൻ ജീവിക്കും എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. ഇത് തന്നെയാണ് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ ആതിര എന്ന് പറയുന്ന ഡോക്ടർ പറയുന്നത്. അവരുടെ വീട്ടിൽ കിട്ടിയ അച്ഛന്റെയും അമ്മയുടെയും ഡോക്ടറുടെയും ഉദാഹരണങ്ങൾ പറയുന്നത്. അപ്പൊ അത്രയും അത്ഭുതകരമായ, ഇന്ത്യയിൽ 10,000-കണക്കിന് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന, 10,000-കണക്കിന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ വിറ്റഴിക്കുന്നത്. എന്തിന്? കേരളത്തില് ഡോക്ടർമാരുണ്ട്. നമ്മുടെ ഡോക്ടർ എബ്രാഹിം സാർ, അദ്ദേഹത്തിന്റെ പേഷ്യൻസ് കൂടുതലും ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് മാഗ്നറ്റ് തെറാപ്പി ചെയ്യുന്ന ഒരാളാണ്. ഇന്നിപ്പോ അദ്ദേഹം ചെയ്യുന്നത് നമ്മളെ ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അത്രയും നല്ല, അത്രയും വിലമതിക്കാനാകാത്ത, അത്രയും അമൂല്യമായ ഒരു ഉൽപ്പന്നമാണ് സുഹൃത്തുക്കളെ. ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ട് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ. കമ്പനി സ്ട്രോങ് ആണ്. കമ്പനിക്ക് ഇന്നിപ്പോ പറയുകയാണെങ്കിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്ന കമ്പനിയാണ്. നവരത്ന അവാർഡ് കിട്ടിയ കമ്പനിയാണ്. ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് നവരത്ന പോലുള്ള അവാർഡുകൾ, ഇന്ത്യയിൽ നവരത്ന അവാർഡ് കിട്ടിയ ഓരോരോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. പക്ഷേ ലോക ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്നിട്ടുള്ള നവരത്ന അവാർഡ് പോലുള്ള അവാർഡ് കിട്ടിയ കമ്പനികൾ വളരെ റെയറാണ്, വളരെ റെയറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിലെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ ഇത്രയും ശ്രേഷ്ഠമായ ഉൽപ്പന്നങ്ങൾ രോഗികൾക്ക് ഇത്രയേറെ സൗഖ്യം കിട്ടുന്നുണ്ട്. നമ്മളെ ഫീൽഡ് സ്റ്റാഫ് തെറ്റിദ്ധരിക്കപ്പെട്ട് രോഗികളെ കാണാൻ പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വരുമാനം ഡെവലപ്പ് ചെയ്യാത്തത്. ഇത് രോഗികൾക്ക് കൊടുക്കേണ്ട ഒരു ഉൽപ്പന്നമല്ല. രോഗികൾക്ക് കൊടുക്കണം, രോഗികൾ ഉപയോഗിക്കണം. പക്ഷെ രോഗികൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണ്ട. അത് കുടുംബത്തിൽ ആരോഗ്യമുള്ള, ഇത് ഈ ബയോട്ടോറിയത്തിൽ പ്രവർത്തിക്കുന്ന, വരുമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മെമ്പേഴ്സാണ് റെക്കമെൻഡ് ചെയ്തത്. ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്കും ഏതൊരു സാധാരണ വ്യക്തിയും കടന്നു വരുന്നത് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സാധാരണക്കാരായ വ്യക്തികൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന BOP പോയിന്റ്സിൽ ഞാനൊരു പോയിന്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നത്, 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടാ? 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടാ? പക്ഷെ അവർക്ക് മാസം 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല അവരുടെ സർക്കിളിലുള്ള മെമ്പേഴ്സിന് പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരമുണ്ട്. അത് ഈ ബയോട്ടോറിയം ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ അതിന്റെ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അതിന്റെ കമ്പനി സ്ട്രോങ് ആയതുകൊണ്ടാണ്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളല്ല, ജനങ്ങൾക്ക് അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ്. നമ്മളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുള്ള സാഗർ ജോഷി സാർ പറയുന്നത്, ഞങ്ങൾ ആർക്കും ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് മെമ്പേഴ്സിന് സൗഖ്യം കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ കോടാനുകോടി കോശങ്ങൾ, 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യ ശരീരം ആരോഗ്യമുള്ളതായിട്ട് മാറും. ഇതാണ് നമ്മളുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി സാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നം ഉപയോഗിക്കേണ്ടത് ഇന്ന് ആരോഗ്യമുള്ള വ്യക്തികളാണ്. നാളെ അനാരോഗ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, നാളെ അവർ ഒരിക്കലും രോഗിയാകാതിരിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുണ്ട്, ഇന്ന് നമ്മൾ രോഗത്തെ ഭയപ്പെടുന്നില്ല. പക്ഷെ ഒരു രോഗിയുടെ മനസ്സിൽ എന്താണ്? കാലിന് വേദനയുള്ള ഒരു വ്യക്തി അവൻ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് നല്ല രീതിയിൽ നടന്നു പോകുന്ന ആളുകളെ കാണുമ്പോഴാണ്, ഓടുന്ന ആളുകളെ കാണുമ്പോഴാണ്. കന്നഡ വെച്ചിട്ടുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബംഗാളികളെ കാണുമ്പോഴാണ്. കാരണം ഒറ്റ ബംഗാളി പോലും കന്നഡ വെക്കുന്നില്ല.
അവർ മണ്ണിലും പുല്ലിലും ചെളിയിലും ചവിട്ടി നടക്കുന്നുണ്ട്. പ്രകൃതി നിന്നുള്ള മാഗ്നറ്റിക് പവർ അവരുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ലോകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഓരോരു കമ്പനി മാത്രമേ ഉള്ളൂ. അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. നിലനിൽക്കുന്ന കമ്പനിയാണ് ഇത്. നമ്മൾ 6 മാസത്തേക്ക് വേണ്ടി വരുന്ന കമ്പനിയല്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുതിയ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് മെഗാ ലീഡേഴ്സ് ഒഴുകിയപ്പോൾ എന്നോട് ഒരുപാട് ലീഡേഴ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 1 വർഷം മാത്രം പ്രായമായി ഈ കമ്പനി നിലനിൽക്കുക. 22 വയസ്സ് പ്രായമുള്ള ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് എന്ത് ലോകപരിചയമുണ്ട്? എത്ര മെമ്പേഴ്സ് ഉണ്ട്? ആകെ 7,000 മെമ്പേഴ്സ് മാത്രമല്ലേ ഇതിൽ വന്നിട്ടുള്ളൂ. സ്വന്തമായ ഉൽപ്പന്നങ്ങൾ വല്ലതും കമ്പനിക്കണ്ട, സ്വന്തമായ ഒരു ഓഫീസ് പോലും കമ്പനിക്കണ്ട, വാടക കെട്ടിടത്തിലല്ലേ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, സാറെ വേറൊന്നും നോക്കണ്ട, 2 കൊല്ലം കമ്പനി നിന്നാ മതി, നമുക്ക് കോടികൾ കിട്ടും. എത്ര വഞ്ചനാപരമായ കാര്യമാണ് പറഞ്ഞത്. 2 കൊല്ലം കൊണ്ട് നമുക്ക് കോടികൾ കിട്ടും. നമ്മളുടെ കൂടെ വന്നവര് കഷ്ടത്തിലായി പോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു കമ്പനിയല്ല ഇത്. 6 മാസത്തേക്കുള്ള കമ്പനിയല്ല ഇത്. 2 വർഷത്തേക്കുള്ള കമ്പനിയല്ല. ഞങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നതിന്റെ കാരണം 6 തലമുറക്ക് വരുമാനം കൊടുക്കുന്ന കമ്പനിയാണിത്. 6 തലമുറകൾക്ക് വരുമാനം കൊടുക്കുന്ന കമ്പനിയാണിത്. എനിക്ക് വയസ്സ് 55ആയി. എന്നിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇത് തലമുറകൾക്ക് വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ്. ഒരു ടീം ഉണ്ടാക്കിയിട്ടാ മതി. ABC ഗ്രൂപ്പ് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൂടെ വരുന്ന മെമ്പേഴ്സ് എല്ലാവരും നമ്മളെക്കാൾ ശക്തരായിട്ട് മാറുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സിസ്റ്റം. അപ്പൊ 3 കാര്യങ്ങൾ കറക്റ്റാണ്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, കമ്പനി നിലനിൽക്കുന്ന കമ്പനിയാണ്. ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ്. നിയോഡൈമിയം മെഡിക്കൽ മാർക്കറ്റിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഗീർപശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക ജനതയോട് പറയുന്നത്, ഗീർപശുവിന്റെ പാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. അമ്മിഞ്ഞ പാലിനേക്കാളും ശ്രേഷ്ഠമാണ്, അമൃതിനേക്കാളും ശ്രേഷ്ഠമാണ് ആ നെയ്യ്. ഗീർപശുവിന്റെ പരിശുദ്ധമായ നെയ്യ്, പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കുന്ന നെയ്യ്, അമൃത് പോലുള്ള നെയ്യ് ഒരിടത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടൂലട്ട. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടൂല. ഗീർപശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നുണ്ട്. അത് ഒരു കിലോത്തിന് 5,250 രൂപയാണ് വില. ഇവിടെ 100% പരിശുദ്ധമായ പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കുന്ന ഗീർപശുവിന്റെ നെയ്യുടെ 100% ഗുണമേന്മയുള്ള ഒരേ ഒരു നെയ്യ് ഈ ഇന്ത്യ രാജ്യത്ത് വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. 100% ഗ്യാരണ്ടി ആയിട്ട്. അത് ഒരു കിലോയ്ക്ക് 5,250 രൂപ കൊടുക്കണ്ട, 2,400 രൂപ മാത്രം കൊടുത്താൽ മതി. എന്റെ വീട്ടില് കുഞ്ഞു കുട്ടികൾ തുടങ്ങി ഞാൻ വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും രാവിലെ 1 സ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അത്രയേറെ ഗുണങ്ങളുണ്ട്. അതിന്റെ ഗുണങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി മോർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് മോർ പവർ എന്ന് പറഞ്ഞാൽ? അധിക ശക്തി, കുറച്ചും കൂടി ശക്തി, കുറച്ചും കൂടി ആരോഗ്യം. നമ്മൾ രജനീകാന്തിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സൂപ്പർമാന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ആ സൂപ്പർമാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇടിക്ക് 1000 പേരാണ് രജനീകാന്തിന്റെ ഇടിക്ക് പറന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ആ അമാനുഷികമായ ശക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ അമാനുഷികമായ ശക്തിയാണ് മോർ പവർ നമുക്ക് തരുന്നത്. അത്ര ഞാൻ മോർ പവറിനെ പറ്റി പറയുന്നുള്ളൂ. ആ അമാനുഷികമായ ശക്തി 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കുന്ന അമൃത് പോലുള്ളൊരു ഉൽപ്പന്നമല്ല, അമൃതാണത്. ഇന്ത്യൻ ജനത കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യൻ ജനതയിൽ സമ്പന്നന്മാര് മാത്രം ഉപയോഗിച്ചിരുന്ന, മെഡിക്കൽ സയൻസ് അറിയാവുന്ന മെമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചിരുന്ന അമൂല്യമായ ഈ പാറ്റന്റ് ഉൽപ്പന്നം, ക്ലിനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഈ പാറ്റന്റ് ഉൽപ്പന്നം ഈ ബയോട്ടോറിയത്തിന്റെ ഒരു ഫീൽഡ് സ്റ്റാഫ് ആയതുകൊണ്ടാണ് എനിക്കിതിനെ കുറിച്ച് മനസ്സിലാക്കാനും എനിക്കിതിനെ കുറിച്ച് പ്രചരിപ്പിക്കാനും എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ ഇത് കഴിക്കാനും അവരുടെ ആരോഗ്യവും ആയുസ്സും നിലനിർത്താനും ഞങ്ങൾക്ക് സാധിക്കുന്നത് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ. 3 ഉൽപ്പന്നം ഞാൻ പറഞ്ഞു. ഈ 4മതൊരു ഉൽപ്പന്നമുണ്ട്, അൾട്രാബെറി. 24ഓളം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ, ഔഷധ ആഹാരങ്ങളുടെ, ഫ്രൂട്ട്സിന്റെ സ്റ്റെം സെല്ലാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസ് അല്ല, സ്റ്റെം സെല്ലാണത്. എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ശരീരത്തിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളെ ശരീരത്തിൽ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ആ ഓക്സിഡേഷൻ നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്സിജൻ നല്ലതാണ്. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ചില വികൃതികൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വികൃതികളാണ് നമ്മൾക്ക് പ്രായാധികം ഉണ്ടാക്കുന്നത്, പ്രായം ഉണ്ടാക്കുന്നത്, നമ്മൾ വയസ്സാകുന്നത്. ഈ ഓക്സിജന്റെ ചില വികൃതികളാണ് ശരീരത്തിൽ നമുക്ക് പ്രായം ഉണ്ടാക്കുന്നത്, ജരാനരകൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത്. പക്ഷെ ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ബെറി പഴങ്ങളാണ്. ആ 4 ബെറി പഴങ്ങളുടെ എക്സ്ട്രാക്ട്, മുരിങ്ങയില, അതേപോലെ 24ഓളം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് ആണ്
ജ്യൂസ് രൂപത്തിൽ നമുക്ക് തരുന്നത്. ഇവിടെ ഞാൻ ഒരേ ഒരു ഗുണം ഞാൻ നിങ്ങൾക്ക് പറയാ, ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിൽ വികൃതി കാണിക്കൂല, ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കില്ല, ജരാനിരകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ ശരീരത്തിൽ എന്നും യൗവനം നിലനിൽക്കും. അതാണ് നമ്മളുടെ അൾട്രാബെറിയുടെ ഏറ്റവും വലിയ ഗുണം. ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് എന്താണ് ആന്റി ഓക്സിഡന്റ്? നമ്മളുടെ 37.4 ലക്ഷം കോടി കോശങ്ങളിൽ ഇലക്ട്രോണുകൾ ഉണ്ട്. ഇലക്ട്രോണുകൾ പെയറായിട്ട് നിൽക്കുന്നത്. ഇത് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകും, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകും. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഡാമേജ് ആയ കോശം അടുത്ത കോശത്തെയും നഷ്ടപ്പെടുത്തും. ഈ രണ്ട് കോശങ്ങള് പിന്നീടുള്ള കോശങ്ങൾ നഷ്ടപ്പെടും. ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പെരുകുന്നത് പോലെ അങ്ങോട്ട് പെരുകും. നമ്മളെ ശരീരത്തിലുള്ള കോശങ്ങൾ മുഴുവൻ ഡാമേജ് ആക്കും. അതിന്റെ ഫലം എന്തായിരിക്കും? അതിന്റെ ഫലം നമുക്ക് ജരാനരകൾ പെട്ടെന്ന് വരും, നമുക്ക് പ്രായാധിക്യം പെട്ടെന്ന് കൂടും, രോഗപ്രതിരോധ സംവിധാനം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും, അകാല മരണം നമുക്ക് സംഭവിക്കും, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമുക്ക് സംഭവിക്കും. അങ്ങനെ ഈ ഓക്സിഡന്റ് കള്ളക്കളി നമ്മുടെ ശരീരത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടി ആന്റി ഓക്സിഡന്റ് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു ഉൽപ്പന്നമാണ് നമ്മളുടെ അൾട്രാബെറി. 4 ഉൽപ്പന്നങ്ങള് മാർക്കറ്റിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ, മാനവരാവശ്യക്ക് ആവശ്യമായ ഈ 4 ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടില്ല. അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് ചീപ്പ് വിൽക്കുന്ന കമ്പനി അല്ല ഈ ബാറ്റോറിയം. അതായിട്ട് താരതമ്യം ചെയ്യല്ലേ. ഇതാണ് ഈ ബാറ്റോറിയത്തിന്റെ പ്രത്യേകത. നിലനിൽക്കുന്ന കമ്പനി, ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങള്, ഏറ്റവും കുറഞ്ഞ വില. ഇന്നലെ കഴിഞ്ഞ ചൊവ്വാഴ്ച ബെന്നി സാർ സൂം മീറ്റിംഗ് നടത്തിയപ്പോൾ, നമ്മുടെ കലൂര് വനിത എക്സിബിഷൻ നടന്നപ്പോൾ അവിടെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഒരു മാട്രസ്, അത് നാനോ ടെക്നോളജി അല്ലട്ടാ. അത് എത്ര മാഗ്നറ്റ് ഉണ്ടെന്ന് പോലും പറയുന്നില്ല. ചിലപ്പോ 5 മാഗ്നറ്റ് ഉണ്ടാവുള്ളൂ. 5 മാഗ്നറ്റ് ഉണ്ടെങ്കിലും അത് മാഗ്നറ്റിക് മാട്രസ് ആണ്. അതിന്റെ വില സുഹൃത്തുക്കളെ 35,000 രൂപ. 35,000 രൂപ ഒരു മാട്രസിന്റെ വില. ഇവിടെ നമ്മൾ എത്രയാണ്? 9,800 രൂപ. 120 മാഗ്നറ്റ്, പില്ലോ പാഡിൽ 30 മാഗ്നറ്റ്, റിസ്റ്റ് പാഡിൽ 33 മാഗ്നറ്റ്, വാട്ടർ എനർജി പാഡിൽ 40 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. ലോകത്തില് നാനോ ടെക്നോളജിയിലുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആകെയുള്ളത് ഈ ബാറ്റോറിയത്തിൽ സാഗർ ജോഷി സാറിന്റെ ഉൽപ്പന്നങ്ങളിൽ മാത്രം. അതുകൊണ്ടാണ് ഇത്ര റിസൾട്ട് കിട്ടുന്നത്. മറ്റൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ധൈര്യമായിട്ട് ഇതിൽ പ്രവർത്തിക്കാം. നിലനിൽക്കുന്ന കമ്പനി വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾക്ക്, ജനങ്ങൾക്ക് ആവശ്യമായതല്ല, ജനങ്ങൾക്ക് അത്യാവശ്യമായ ഉൽപ്പന്നങ്ങള്, ജനം ക്യൂ നിന്ന് വാങ്ങിക്കാൻ പോകുന്ന ഒരു ഉൽപ്പന്നം. എന്റെ ടീമില് ഒരു തമ്പി സാറുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും വെൽനസ് കൺസൾട്ടർമാരാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു വെൽനസ് കൺസൾട്ടറാണ്. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മാറും. കമ്പനി 15,000 സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസ് ആരംഭിച്ച് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓഫീസിലാണ് റൺ ചെയ്തിരുന്നത്. ആ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസിൽ ഉൽപ്പന്നങ്ങൾ മതിയാകാതെ വന്നപ്പോൾ 150 വിദേശ രാജ്യങ്ങള് നമ്മളെ കമ്പനിയായിട്ട് എഗ്രിമെന്റ് ഒപ്പിച്ച് ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 12 രാജ്യങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കാണ്ട് ഒരു നിവൃത്തിയില്ല അടുത്ത 2 വർഷത്തിനുള്ളിൽ. അതുകൊണ്ട് കമ്പനി ഈ കഴിഞ്ഞ ദിവസം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പുതിയ ഓഫീസ് കൂടി ആരംഭിച്ച് അവിടെ ഉൽപ്പന്നം ആരംഭിച്ചൊക്കെയാണ്. 12 വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നം കയറ്റുമതി ചെയ്യാൻ വേണ്ടി മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ. മതിയാവൂല്ല. ഇനിയും 10-15 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് സ്വന്തമായിട്ട് എടുക്കേണ്ടി വരും കമ്പനിക്ക്. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചൊരു കമ്പനി അല്ലട്ടാ. നാളത്തെ വെയിലിന് ഉണങ്ങിപ്പോകാൻ പോകുന്ന ഒരു കമ്പനിയല്ല. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട മെമ്പേഴ്സാണ്. നമ്മളെല്ലാം പോയാലും നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മളെ മാനേജിംഗ് ഡയറക്ടറുടെ സാഗർ ജോഷി സാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അമൂല്യമായ, അത്യാവശ്യമായ, മാനവരാശിക്ക് അമൃത് പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ. ഇതിന്റെ പ്ലാൻ എത്ര മനോഹരമായ പ്ലാനാണ്. ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു പ്ലാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് എന്തെല്ലാം വരുമാനമാണ് കമ്പനി നമുക്ക് തരുന്നത്. ഇവിടെ നമുക്ക് കമ്പനി തരുന്ന വരുമാനങ്ങൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. കൂടുതൽ പറയാനുള്ള സമയമില്ല, എങ്കിലും ആ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പോകാം. നമ്മുടെ ഇൻകം പ്ലാന്റെ പ്രത്യേകത, നമുക്ക് കമ്പനി റെഫറൽ ബോണസ് തരുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് വന്നൊരു വരുമാനമാണ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ. കമ്പനി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബൂസ്റ്റർ ബോണസ് ആണ്. പുതുതായിട്ട് ഒരു വ്യക്തിനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ ഇതിൽ ID നമ്പർ എടുത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഗുണം കിട്ടിയിട്ട് അല്ലട്ടെ. ഇനി ഒരു വ്യക്തി പോലും അങ്ങനെ പറയരുത്. പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഗുണം കിട്ടിയിട്ട് ചെയ്യാനുള്ളതെല്ലാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാനുള്ളതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. പഠിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ പറയാനാണ്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾ യൂട്യൂബിൽ നിന്ന്
സുരേഷ് സാറിന്റെ സൂം മീറ്റിംഗിന്റെ ലിങ്ക്, വിനോദ് സാറിന്റെ സൂം മീറ്റിംഗിന്റെ ലിങ്ക്, മനോജ് സാറിന്റെ സൂം മീറ്റിംഗിന്റെ ലിങ്ക്, അങ്ങനെ പ്രഗത്ഭരായ ഓരോ സീനിയേഴ്സും ഓരോ ദിവസവും സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കിട്ടും. അതെടുത്തിട്ട് നിങ്ങൾ സ്വയം പഠിക്കാൻ തയ്യാറാകുക. ഇത് മനസ്സിലാക്കി ആദ്യ ദിവസം തന്നെ പഠിക്കാൻ തയ്യാറാകുക. ഇവിടെ നമ്മൾ വിൽക്കുന്നത് ഉൽപ്പന്നങ്ങളല്ല സുഹൃത്തുക്കളെ, അറിവാണ് വിൽക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞ എന്താണ്? നിലനിൽക്കുന്ന കമ്പനിയാണ്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അമൂല്യമായ ഉൽപ്പന്നങ്ങളാണ്. ഇതിന്റെ ഇൻകം പ്ലാൻ വിശേഷപ്പെട്ട ഇൻകം പ്ലാൻ ആണ്. ലോകത്തുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൊടുക്കാത്ത ഇൻകം പ്ലാൻ ആണ് ഈ ബയോട്ടോറിയത്തിന്റെ ഇൻകം പ്ലാൻ. ലോകത്തിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയും ID നമ്പർ എടുത്തുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ID നമ്പറിൽ ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്യുമ്പോൾ വരുമാനം കൊടുക്കുന്നില്ല. ഈ ബയോട്ടോറിയം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ജനുവരി 2 തുടങ്ങിയ വിപ്ലവകരമായ ഒരു മാറ്റം വന്ന്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഓരോരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി മതി. നമ്പർ 1 ആയിട്ട് ഓരോരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി മതി. അത് ഈ ബയോട്ടോറിയം മതി എന്ന് നമ്മളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി സാർ തീരുമാനിച്ച്, നമ്മളുടെ കമ്പനിയുടെ മനോജ് സാറിനെ പോലുള്ള കോർ കമ്മിറ്റി മെമ്പേഴ്സ് തീരുമാനിച്ച്. ഏതായാലും നമ്മളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി സാർ ഒറ്റക്കൊരു തീരുമാനം എടുക്കൂല. ഇന്ത്യയിൽ പ്രഗത്ഭരായിട്ടുള്ള കോടിപതികളായിട്ടുള്ള 12ഓളം മനോജ് സാറിനെ പോലുള്ള കോർ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അവരോട് ചോദ്യം അവരായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. അങ്ങനെ അവരോട് ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്ത് ഒരാളെ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് പോലും ബൂസ്റ്റർ ബോണസ് കൊടുക്കാനായിട്ട് കമ്പനി തീരുമാനിച്ച്. അത് 100 PV ആണെങ്കിൽ 4040 രൂപ, 50 PV ആണെങ്കിൽ 2020 രൂപ, 200 PV ആണെങ്കിൽ 8080 രൂപ, 300 PV ആണെങ്കിൽ 12120 രൂപ, 500 PV ആണെങ്കിൽ അപ്പൊ ആ രീതിയിൽ 300 PV ആണെങ്കിൽ 12120 രൂപ. ഒരു ബിസിനസ് കൊടുക്കുമ്പോൾ തന്നെ 12120 രൂപ. 1000 PV ആണെങ്കിൽ 40,410 രൂപ. ആ രീതിയിൽ ലോകത്തൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നില്ല. നേരത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 440 രൂപ വെൽക്കം ബോണസ് കിട്ടുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് വെൽക്കം ബോണസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം 6500 രൂപ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കയ്പമംഗലം മീറ്റിംഗിൽ പങ്കെടുത്ത് അവിടെ വന്നതിൽ 90% മെമ്പേഴ്സും 30 വയസ്സിൽ താഴെയുള്ള മെമ്പേഴ്സ്. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച ചാലക്കുടി BOP ഞാൻ പങ്കെടുത്ത് അവിടെ വന്നതിൽ 50% മേലെ മെമ്പേഴ്സ് 40 വയസ്സിൽ താഴെയുള്ള മെമ്പേഴ്സ്. സന്തോഷം കൊണ്ട് ഞാൻ മതിമറന്നുപോയി. ഞാൻ അറിയാതെ ഞാൻ അവിടെ ബെന്നി സാറിന് മുമ്പിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. കുറച്ച് അവിവേകമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഈ 2026 ഡിസംബർ 31 ഞാൻ എന്റെ ടീമിന്റെ സഹായ സഹകരണത്തോടെ കോടീശ്വരനാക്കും, അവരെ ലക്ഷപ്രഭുക്കളാക്കിക്കൊണ്ട്. കാരണം വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. റിയൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മെമ്പേഴ്സ് നമ്മുടെ ടീമിലേക്ക് എത്തിക്കഴിഞ്ഞ്. ചെറുപ്പക്കാരെ മെമ്പേഴ്സ് എത്തി. അതിൽ കഴിഞ്ഞ ദിവസം 14 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം മോനെ എന്നൊക്കെ ഞാൻ പറഞ്ഞ അവനോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞ് അവന് 18 വയസ്സായിട്ടില്ല, അവന് പാൻ കാർഡ് കിട്ടൂല. ഞാൻ വേണ്ട പാൻ കാർഡ് ഇപ്പൊ കിട്ടണ്ട, അച്ഛനെ അമ്മനെ സഹായിച്ചൂടെ? മോൻ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? മോന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മെമ്പേഴ്സിനോട് മോൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് സീനിയേഴ്സിനോട് പറഞ്ഞ് അവരുടെ അച്ഛനും അമ്മനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ പേരിൽ ID നമ്പർ എടുപ്പിക്കണം. പിള്ളേര് വർക്ക് ചെയ്യട്ടെ, യൂത്ത് വർക്ക് ചെയ്യട്ടെ. ഡെയിലി 2 എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടീം. ഡെയിലി 12 ദിവസം കഴിയുമ്പോഴല്ല, അല്ലെങ്കിൽ 12 ആഴ്ച കഴിയുമ്പോൾ 8000 മെമ്പേഴ്സ് ആ ടീമിലുണ്ടാവും. 8000 മെമ്പേഴ്സ് കേരളത്തിൽ ചരിത്രം കുറിക്കാൻ പോണേ. 18 വയസ്സുള്ള മെമ്പേഴ്സ് മീറ്റിംഗിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, മോനെ 21 വയസ്സിൽ ലൈഫ് സെറ്റാണ് കേട്ടാ. ഇത് മോഹൻലാൽ പറയണ പോലെയല്ല ഞാൻ പറയണത്, രാഷ്ട്രീയ പ്രമുഖര് പറയുന്ന പോലെയല്ല, വ്യവസായ പ്രമുഖര് പറയുന്ന പോലെയല്ല. അതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. ഇവിടെ 18 വയസ്സുള്ളൊരു യുവാവ് നമ്മളുടെ മുമ്പിൽ വന്ന 21 വയസ്സാകുമ്പോൾ അവന്റെ ലൈഫ് സെറ്റാണ്. അവന് പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും. അതാണ് ഈ ബയോട്ടോറിയം. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാന്റെ പ്രത്യേകത. റഫറൽ ബോണസ്, ബൂസ്റ്റർ ബോണസ്, വെൽക്കം ബോണസ് 6500 രൂപ, ഫാമിലി ബോണസ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടീം ലീഡറൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ആന്റണി ബോട്ടിസ് ഉണ്ടാ, മനോജ് സാറുണ്ടാ, അങ്ങനെ പല പ്രഗത്ഭരായ ലീഡേഴ്സിനെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, മനോജ് സാർ 4 കോടി രൂപ വരുമാനം വാങ്ങിച്ചു. 4 കോടിയാ? ചായക്കപ്പ് വിറച്ചുപോയി. 4 കോടിയാ? ഞാൻ പറഞ്ഞു 4 കോടി രൂപ വരുമാനം മേടിച്ച്. ഇപ്പോഴത്തെ ഈ ബയോട്ടോറിയം ഇതാണ്. ഒരൊറ്റ വീർപ്പിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തെറ്റുപോയി സുഹൃത്തെ. ഞാൻ ഈ ബയോട്ടോറിയം ആദ്യം കേട്ടതാണ്. എന്നോട് ആന്റണി ബോട്ടിസ് ഒന്ന് പറഞ്ഞാണ്.
പക്ഷെ ഈ ബട്ടൂർത്തിലെ ഫാമിലി ബോണസ് 100 PV മാച്ച് ചെയ്യുമ്പോൾ 5020 കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്യാഞ്ഞത്. ഞാൻ പറഞ്ഞ സുഹൃത്തെ, ഇന്ന് 100 PV മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന 6820 രൂപയാണ്. ഇതിന്റെ സീലിംഗ് എമൗണ്ട് 14,740 രൂപയാണ് 1000 PV മാച്ച് ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പൊ 100 PV മാച്ച് ചെയ്യുമ്പോൾ 14,900 രൂപ കമ്പനി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ? എട്ടിപ്പോയി. അതെങ്ങനെ? ചായക്കപ്പ് താഴെ വെച്ച് അതെങ്ങനെ? ഞാൻ പറഞ്ഞത് അത് ഇങ്ങനെയുണ്ട് സാറേ, 100 PV മാച്ച് ചെയ്താൽ മതി, 14,900 രൂപയാണ് കമ്പനി കൊടുക്കുന്നത്. ബോധം ഉണ്ടായിരുന്നില്ല. കള്ളുകൂടിയന്മാർ വേണമെങ്കിൽ വേയിച്ചു വെച്ചാണ് പോയത്. ഇതാണ് കേട്ടോ നമ്മൾ ഈ ബയോട്ടോറിയം. കൊടുക്കാൻ പറ്റില്ലെന്നിരിക്കണം പല ലീഡേഴ്സും ജോയിൻ ചെയ്യുന്നത്. ഇന്ന് കമ്പനി അതൊക്കെ കൊടുത്ത് 5020 രൂപ കൊടുത്തിരുന്ന ഫാമിലി ബോണസ് 6,820 രൂപ. 1000 PV മാച്ച് ചെയ്തപ്പോഴും സീലിംഗ് എമൗണ്ട് ആയിട്ട് കൊടുത്തിരുന്നത് 14,740 രൂപ. ഇന്ന് 100 PV മാച്ച് ചെയ്യുമ്പോൾ കമ്പനി കൊടുക്കുന്നത് 14,900 രൂപ. ലോകത്ത് എവിടെ ഉണ്ടാവും സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു കമ്പനി, ഇങ്ങനെ ഒരു പ്രസ്ഥാനം? വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന, കിട്ടുന്ന ലാഭം ഫീൽഡ് സ്റ്റാഫിന് വിതരണം ചെയ്യുന്ന ലോകത്തിൽ ഓരോരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ് ഉണ്ടാകുക. ഇനി അതുകൊണ്ട് അവയർനെസ് ബോണസ് മാച്ചിങ് പ്രശ്നമല്ല, എപ്പോൾ വന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്. 1 PVക്ക് 880 പൈസ, 100 PVക്ക് 880 രൂപ, 1000 PV മാച്ച് ചെയ്യുമ്പോൾ 8,800 രൂപ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമല്ല, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം. ഈ ഫീൽഡ് വർക്ക് ബോണസ് കൊടുക്കുന്ന കമ്പനി ലോകത്താരാണ് ഉള്ളത്? പുതുതായിട്ട് വന്ന മെമ്പേഴ്സിനാണ് ഫീൽഡ് വർക്ക് ബോണസ്. 1,00,000 രൂപ താഴെ വരുമാനം വാങ്ങിച്ച മെമ്പേഴ്സിന് ഫീൽഡ് വർക്ക് ബോണസ്. അവര് കമ്പനി പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 5 ദിവസം ഡേ സർക്കിളും നൈറ്റ് സർക്കിളും ഫാമിലി ബോണസ് വിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അത് 100 PVയുടെ ഫാമിലി ബോണസ് ആണെങ്കിൽ 88,000 രൂപ വരുമാനം കൊടുക്കുന്നുണ്ട്. ഈ ബയോട്ടോസിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ 10 ദിവസം കൊണ്ട് ലാഖ്പതി ആകാനുള്ള അവസരം. ലോകത്ത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നില്ല. റോയൽറ്റി ഇൻകം, പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ റോയൽറ്റി ഇൻകം പറയുന്നുണ്ട്, കൊടുക്കാറില്ല. കൊടുക്കാതിരിക്കാനുള്ള വലിയ ശക്തമായ ക്രൈറ്റീരിയ. ഇവിടെ തുടക്കക്കാർക്ക് റോയൽറ്റി ഇൻകം കൊടുക്കുന്ന ലോകത്തെ ഓരോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി, അത് ഈ ബയോട്ടോറിയം. 1 PVയുടെ റീപർച്ചേസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും 1 PV ക്ലബിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മാസം കമ്പനിക്ക് കിട്ടിയ ലാഭത്തിന്റെ ഒരു പങ്ക്, റോയൽറ്റി എമൗണ്ട് ആ 1 PV ക്ലബിൽ വന്ന എല്ലാ മെമ്പേഴ്സിനും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്ന ലോകത്തെ ഓരോ കമ്പനി ഉണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയം മാത്രമാണ് സഹപ്രവർത്തകരെ. റീപർച്ചേസ് ഇൻകം, ശക്തമായ റീപർച്ചേസ് ഇൻകം, ഇത്രയും റീപർച്ചേസ് ഇൻകം കൊടുക്കുന്ന, ഇത്രയും റീപർച്ചേസ് പ്രോഫിറ്റ് കിട്ടുന്ന വേറെ ഒരു കമ്പനിയും ഈ ലോകത്തില്ല. ഇവിടെ റീപർച്ചേസ് ഇൻകം ഉണ്ട്. ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ബില്ലി പാഡ് ഏറ്റവും നല്ല രീതിയിൽ വിറ്റഴിക്കുന്ന ഏറ്റവും ഗുണകരമായ ഒരു ഉൽപ്പന്നമാണ്. എന്റെ വീട്ടിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് 1,600 രൂപ മാത്രമേ വിലയുള്ളൂ. 4,400 രൂപയാണ് ഇതിന്റെ MRP. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും ഭരണി പോലെ ഇരിക്കുകയാണ്. മലയാളികൾക്ക് കാണാനായിട്ട് ഒരു അഴകൂലെന്നാണ് പറയുന്നത്. എന്നാൽ ചെറുപ്പത്തിൽ നല്ല അഴകുള്ള വ്യക്തികളാണ്. എന്തുകൊണ്ട് അവരുടെ അഴക് നഷ്ടപ്പെട്ടു വന്നത്? കുറച്ച് കഴിയുമ്പോൾ വയറ് ചാടിപ്പോവും. ഈ വയറിന് ഒതുക്കാനായിട്ട് എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണ്. നമ്മളുടെ ബില്ലി പാഡ് അവരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയുക, ഇത് ബില്ലി പാഡാണ്, ഇന്ന പ്രവർത്തനമാണ് മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്നത്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, ഒരു ദോഷവുമില്ല, നിങ്ങളുടെ വയറ് കുറയും, നിങ്ങളുടെ അരക്കെട്ട് ഒതുങ്ങും, ആലില വയറ് വരും. മനുഷ്യന്റെ സൗന്ദര്യം ആലില വയറാണ്. ഒരു വ്യക്തി വാങ്ങിക്കാതിരിക്കില്ല. 400 ഡിസ്കൗണ്ട് കൊടുത്തോ, 4,000 രൂപയ്ക്ക് ഉൽപ്പന്നം കൊടുക്ക്. നിങ്ങൾ വാങ്ങിച്ചത് 1,600 രൂപ, 2,400 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഒരു ഉൽപ്പന്നം വിറ്റ് 2,400 രൂപ പ്രോഫിറ്റ് കിട്ടും. 10 ഉൽപ്പന്നം വിൽക്കാൻ ഒരു പ്രയാസമില്ല. 24,000 രൂപ ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് സ്വയം ലാഭം ഉണ്ടാക്കാവുന്ന ലോകത്തെ ഓരോ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയം മാത്രമാണ് സുഹൃത്തുക്കളെ. ഇനി അങ്ങനെ നിങ്ങൾ 0.25 PVയുടെ ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് 1,200 രൂപക്ക് മേലെ വരുന്ന ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ഡൗൺലൈനിലുള്ള മെമ്പേഴ്സ് ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ 1 PV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 1 PV മാച്ച് 0.25 PVക്ക് 575 രൂപ. 1 PV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 630 രൂപ. 10 PV മാച്ച് ചെയ്യുമ്പോൾ 6,300 രൂപ. 100 PV മാച്ച് ചെയ്യുമ്പോൾ 63,000 രൂപ. 1000 PV മാച്ച് ചെയ്യുമ്പോൾ 6,30,000 രൂപ. ആ രീതിയിൽ നിങ്ങൾക്ക് റീപർച്ചേസിംഗ് കിട്ടുന്നുണ്ട്. 0.25 PV മാച്ച് ചെയ്യുമ്പോൾ 157 പൈസ. 1 PVക്ക് 630 രൂപ. 10 PVക്ക് 6,300 രൂപ. 100 PVക്ക് 63,000 രൂപ. 1000 PVക്ക് 6,30,000 രൂപ. 2,000 PVക്ക് 1,26,000 രൂപ.
3500 BVക്ക് 22,50,000 രൂപ. ഒരു സൈക്ലിങ്ങിൽ മാക്സിമം 22,50,000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു ദിവസം കിട്ടുന്ന വരുമാനം 44,10,000 രൂപ. ഒരു വർഷം കിട്ടുന്ന വരുമാനം 160,96,50,000 രൂപ. മദർ ഇൻകം 1,06,00,000 രൂപ. ഫാദർ ഇൻകം 160,96,50,000 രൂപ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇന്ന് പുതുതായിട്ട് BOP സെന്ററിൽ വരുന്ന വ്യക്തിയോട് ഞാൻ ചോദിക്കുന്ന ഓരോരു ചോദ്യം, നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനം കിട്ടുന്നുണ്ടാ? ഇല്ല. നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനം കിട്ടി ആരെങ്കിലും പരിചയമുണ്ടോ? ഒരാളെ പോലും പരിചയമില്ല. സുഹൃത്തുക്കളെ, 6 മാസം ഈ ബയോട്ടോർത്തിന്റെ സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറ്. 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങളുടെ ടീമിൽ 1,50,000 മെമ്പേഴ്സ് ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനം വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ ടീമിലുള്ള 2 പേർക്ക് 50,000 രൂപ വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ ടീമിലുള്ള ഒരു 15 മെമ്പേഴ്സിന് 10,000 രൂപ വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 1,00,000 രൂപയാണ്. എത്ര നല്ലൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യം എത്തിച്ചു കൊടുത്തുകൊണ്ട്, ഒരുപാട് മെമ്പേഴ്സിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണ് കേട്ടോ. എല്ലാവരും കടക്കണിയിലാണ്. എല്ലാവരും EMI. കാരണം വീട് വെക്കാൻ 2 ലക്ഷങ്ങളുടെ ലോണാണ് കൊടുക്കുന്നത്. വണ്ടി വാങ്ങിക്കാൻ ലക്ഷങ്ങളുടെ ലോണാണ് കൊടുക്കുന്നത്. ഇവിടെ 0% എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങളുടെ കടബാധ്യത. ജനങ്ങളെല്ലാം അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ പോലും കടബാധ്യതയിൽ നിന്ന് അവർക്കൊരു ഭോജനം ഉണ്ടാവില്ല. ഒന്നും പുതുതായിട്ട് സ്വപ്നം കാണാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നമ്മളുടെ ബാങ്കിൽ ഒരു 10,00,000 രൂപ സർപ്ലസ് എടുക്കാവുന്ന രീതിയിൽ വേണം. എത്ര പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട്? ജീവിതത്തിൽ വരുന്ന ആവശ്യങ്ങൾ വളരെ വലുതായിരിക്കും. അപ്രതീക്ഷിതമായിട്ട് ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയത്ത് ആ ദുരന്തത്തെ നേരിടേണ്ട നമ്മള് ഇരക്കാൻ നടക്കരുത്. ഒരാളും 10 പൈസ തരൂരട്ടാ. ഇന്നലെ വരെ നിങ്ങളെ നോക്കി ചിരിച്ച, നിങ്ങളെ ഏറ്റവും അടുത്ത ബന്ധുവാണെന്ന് നിങ്ങൾ വിശ്വസിച്ച, നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ വ്യക്തികൾ പോലും ആ സമയത്ത് പുറംതിരിഞ്ഞു കളയും. ഒരാൾ പോലും 10 പൈസ തരില്ല. ആ സമയത്ത് നിങ്ങളുടെ ബാങ്കിൽ ഒരു 10,00,000 രൂപ എപ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പ്രതിസന്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യം ചിന്തിക്കും, നിങ്ങൾ ദരിദ്രനായിട്ട് മാറും. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കും, നിങ്ങൾ സമ്പന്നനായിട്ട് മാറും. ചിന്തകളാണ് നമ്മളെ മാറ്റുന്നത്. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളായിത്തീരുന്നത്. ആരുടെ കൂടെയാണോ നിങ്ങൾ, അവരെ നിങ്ങളായിത്തീരും. അവരുടെ ഗുണങ്ങൾ നിങ്ങൾ കിട്ടും. നിങ്ങൾ ഒരു കുടിയന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾ കുടിക്കാത്ത ആളാണെങ്കിൽ നാളെ കുടിക്കും. നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളുടെ കൂടെയാണെങ്കിൽ നിങ്ങൾ ദരിദ്രനായിട്ട് മാറും. അത് ഒരു ലോകക്രമമാണ്. നിങ്ങൾ ഈ ബയോട്ടോറിയത്തിൽ അറിവുള്ളവരുടെ കൂടെയാണെങ്കിൽ നിങ്ങൾ അറിവുള്ളവനായിട്ട് മാറും. വിജയിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെയാണെങ്കിൽ നിങ്ങൾ വിജയായിട്ട് മാറും. ലക്ഷപ്രഭുക്കളുടെയും കോടീശ്വരന്മാരുടെയും കൂടെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരായിട്ട് മാറും. അത് ഈ ബയോട്ടോറിയത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പൊ വിജയിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുള്ള നമുക്ക് എന്നേക്കുമായിട്ട് വിട പറയാം. എന്നേക്കുമായിട്ട് നമുക്ക് വിട പറയാം. അപ്പൊ ഇവിടുത്തെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് 4ാമത്തെ കാര്യമാണ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ കാര്യം സ്ട്രോങ് ആയ കമ്പനി ആയിരിക്കണം. 2ാമത്തെ കാര്യം ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളായിരിക്കണം. 3ാമത്തെ കാര്യം ഏറ്റവും നല്ല പ്ലാൻ ആയിരിക്കണം. ഇത് 3ഉം മാത്രം കിട്ടിയോണ്ട് ഒരിക്കലും വിജയിക്കാൻ സാധിക്കൂലട്ടാ. ഞാൻ ഈ ബയോട്ടോറിയത്തിൽ ആദ്യം ജോയിൻ ചെയ്ത് ആന്റണി ബോട്ടീസിന്റെ കൂടെയാണ് ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. ട്രെയിനിങ് ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, കമ്പനി നടത്തുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിയമമായിരുന്നു. ഇനി എനിക്ക് സംസാരിക്കാൻ അറിയാം. ഞാൻ എന്റെ ടീമിനെ വിളിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവർ വിളിച്ചില്ലെങ്കിൽ പോലും ഇവർ ഇവിടെ വന്നു ഇവരുടെ അറിവുകൾ മുഴുവൻ പ്രകടിപ്പിച്ച് ആ മീറ്റിംഗ് കൊളോക്കി കളയും. അങ്ങനെ വളരാൻ പറ്റാതിരുന്ന ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് സൗത്ത് ഇന്ത്യൻ ടീം, ഞാൻ ഒരു സമയത്ത് മനോജ് സാറിനോട് പറഞ്ഞ, മനോജ് സാർ എന്നൊന്ന് ജോയിൻ ചെയ്യും എന്ന് ഞാൻ മനോജ് സാറിനോട് പറഞ്ഞ ആളാണ്. അങ്ങനെ അപ്പൊ മനോജ് സാർ അത് കാര്യമായിട്ട് ഗവനിച്ചില്ല. പക്ഷെ എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് ബെന്നി സാർ എന്നെ ഏറ്റെടുത്ത് എനിക്കിപ്പോ നല്ല വരുമാനമായി, ഒരുപാട് പ്രതീക്ഷകളായി. കാരണം എന്താണ്? ബെന്നി സാറിന്റെ ടീമില് ലയൺസ് ഗ്രൂപ്പില് ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. ഏറ്റവും നല്ല ട്രെയിനിങ് സിസ്റ്റം ഉണ്ടായിരുന്നത് ആ സമയത്ത് ലയൺസ് ഗ്രൂപ്പിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലയൺസ് ഗ്രൂപ്പിലേക്ക് പോയത്. അവിടെ BOP സെന്ററുകൾ ഉണ്ട്, മന്ത്ലി മീറ്റിംഗ് ഉണ്ട്, ഡെവലപ്മെന്റ് കോൺഫറൻസ് ഉണ്ട്, 2 ഡേ ക്യാമ്പ് ഉണ്ട്, വൺ ഡേ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലൂടെ പങ്കെടുത്ത് എനിക്ക് നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. എന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ സാധിച്ചു.
ഇപ്പൊ KBC ഗ്രൂപ്പിന്റെ ചെയർമാൻ മനോജ് സാറായി വന്നപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ വന്ന് ഞാൻ വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് പണം ചെലവാക്കി ഉണ്ടാക്കിയ പെരുമ്പാവൂർ ഇടുക്കിയിലും രാജക്കാട്ടും മറ്റുണ്ടാക്കിയ ടീമിനെ ഇപ്പൊ കമ്പനി എടുത്ത് KBC ഗ്രൂപ്പിനെ എടുത്ത് മാസത്തിൽ 2 BOP പ്രോഗ്രാം, ഒരു NDOP പ്രോഗ്രാം. എന്റെ വർക്കിലോട് കുറഞ്ഞ് ട്രെയിനിങ് ശക്തമായി, ടീം ശക്തമായി, ബിസിനസ് കൂടി. ഇനിയിപ്പോ ചാലക്കുടിയില് കഴിഞ്ഞ മീറ്റിംഗ് 44 പേരുണ്ട്. ഞങ്ങൾ ഈ മാസം 2-ാം തീയതി വീണ്ടും BOP വെക്കുന്നുണ്ട്. ഈ മാസം 3-ാം തീയതി, അടുത്ത മാസം 3-ാം തീയതി ചൊവ്വാഴ്ച വീണ്ടും BOP വെക്കുന്നുണ്ട്. 60 മെമ്പേഴ്സിനെ പങ്കെടുപ്പിക്കുന്നുള്ള തീവ്രമായ ശ്രമത്തിലാണ്. 60 മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചിട്ട് KBC ഗ്രൂപ്പിന്റെ ചെയർമാനോട് ഞങ്ങൾ പറയും, ചാലക്കുടി ഏരിയയിൽ ഞങ്ങൾ 60 മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ച് ഈ മാസം മാർച്ച് മാസം 16-ാം തീയതി ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം വേണം. ഞങ്ങൾ 100 മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചിരിക്കും. ആ ഗ്രൂപ്പിലെ KBC ഗ്രൂപ്പിനെ എടുക്കും, കമ്പനി എടുക്കും. അവിടെ ശക്തമായ ട്രെയിനിങ് വരും, ആ ടീം ഡെവലപ്പ് ചെയ്ത് വരും. അടുത്ത മാസം ഇടുക്കിയില് കമ്പനി മീറ്റിംഗ് നടത്താമെന്ന് മനോജ് സാറ് സമ്മതിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ അടുത്ത മാസം 12-ാം തീയതി മാർച്ച് 12-ാം തീയതി ഒരു NDOP പ്രോഗ്രാം, ഫുൾ ഡേ പ്രോഗ്രാം, കമ്പനി മീറ്റിംഗ് ആയിട്ട് സുരേഷ് സാറും മനോജ് സാറും വിനോദ് സാറും പങ്കെടുക്കുന്ന, ബെന്നി സാറും പങ്കെടുക്കുന്ന ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ പെരുമ്പാവൂർ ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞ്. അപ്പൊ ഇങ്ങനെ ശക്തമായ ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത്. എന്റെ പ്രിയ സഹപ്രവർത്തകരെ, നമുക്ക് ഈ പാലക്കാട് മുണ്ടൂര് 24-ാം തീയതി 25-ാം തീയതി ഒരു ശക്തമായ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ജീവിതകാലം മുഴുവനും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ശക്തരായ മെമ്പേഴ്സും ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് പഠിച്ച മെമ്പേഴ്സാണ് മനോജ് സാറും സുരേഷ് സാറും വിനോദ് സാറും ബെന്നി സാറൊക്കെ. അതേപോലെ ജീവിതത്തിൽ വിജയിച്ച അറിവിന്റെ നിറകുടമായിട്ടുള്ള എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം, എങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു മീറ്റിംഗ് ആണ് മുണ്ടൂര് നടക്കുന്നത്. ശക്തമായ ട്രെയിനിങ് പ്രോഗ്രാം, ഒരു മോൾഡിംഗ് ആണത്. ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന, ഒരു ടീമിന്റെ ഒരു കസ്റ്റമറെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറ്റുന്ന, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറ്റുന്ന, ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ലീഡറായിട്ട് മാറ്റുന്ന, ഒരു ലീഡറെ മെഗാ ലീഡറായിട്ട് മാറ്റുന്ന, ഒരു മെഗാ ലീഡറെ പാസീവ് ഇൻകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് 24-ാം തീയതി 25-ാം തീയതി അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പാലക്കാട് മുണ്ടൂര് 2 ദിവസം താമസിച്ച് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാം. ശക്തമായ ട്രെയിനിങ് പ്രോഗ്രാം, നിങ്ങളെ മാറ്റിമറിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം. ഇതേപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷപ്രഭുവാകാൻ സാധിക്കുള്ളൂ. ഒരു ലക്ഷപ്രഭുവിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷപ്രഭുവിനെ ഓർമ്മയില്ല. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. അത്രയും ദാരിദ്ര്യമാണ് നമ്മളുടെ മനസ്സിനുള്ളത്, അത്രയും ദാരിദ്ര്യമാണ് ഈ സമൂഹത്തിനുള്ളത്. ആ രീതിയിൽ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ പെട്ടുപോയ മെമ്പേഴ്സാണ് നമ്മൾ ഓരോരുത്തരും. ആ ചങ്ങലക്കെട്ടുകൾ ഒന്ന് പൊട്ടിച്ചെറിയാൻ 24-ാം തീയതി 25-ാം തീയതി നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം സഹായിക്കും. സുഹൃത്തുക്കളെ, എന്ത് വില കൊടുത്തിട്ട് നിങ്ങൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നാൽ ഒരു നാൾ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണണ്ടേ? കടബാധ്യതയിൽ തല കൊമ്പിട്ട് കൂനി പിടിച്ച് നടക്കുന്ന മെമ്പേഴ്സാണ് നമ്മൾ ഓരോരുത്തരും. ഒന്ന് നിവർന്നു നോക്ക്, ആകാശത്തില അനന്തമായ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കടബാധ്യത ഇല്ലാത്തൊരു ദിവസം, ജീവിതത്തിൽ പ്രതീക്ഷയുള്ള ഒരു ദിവസം, ലക്ഷപ്രഭുവാകുമെന്ന ആത്മവിശ്വാസമുള്ള ഒരു ദിവസം. നമ്മളെ പ്രിയങ്കരനായ മനോജ് സാർ ഇപ്പൊ പറയുന്നത് 4 കോടി രൂപ വരുമാനം വാങ്ങിച്ചോണ്ട് അദ്ദേഹം പറയുന്നത് ശതകോടീശ്വരൻ എന്നല്ല പറയുന്നത്, 10,000-കണക്കിന് കോടി രൂപ ഞാൻ വരുമാനം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ശതകോടീശ്വരന്മാരെ ഞാൻ സൃഷ്ടിക്കും. അങ്ങനെ നമ്മളെ പ്രിയങ്കരനായ ഈ ബ്രൈറ്റ് കോടീശ്വരനായിട്ടുള്ള നമ്മളെ പ്രിയങ്കരനായ മനോജ് സാറ് ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കുമ്പോൾ 1 കോടിയെങ്കിലും വരുമാനം വാങ്ങിക്കാൻ നിങ്ങൾ ഓരോരുത്തരും 24-ാം തീയതി 25-ാം തീയതി മുണ്ടൂര് നടക്കുന്ന, പാലക്കാട് നടക്കുന്ന മീറ്റിംഗിലേക്ക് നിങ്ങൾ വന്നാം. 120 മെമ്പേഴ്സ് ഏകദേശം ആയി കഴിഞ്ഞ് ഇന്ന് തന്നെ പേര് രജിസ്റ്റതുകൊണ്ട് ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ വന്നുകൊണ്ട് നിങ്ങളെ ടീം മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു ടീമിന് രൂപം കൊടുത്തുകൊണ്ട് ഈ ബയോട്ടോറിയത്തിന്റെ ക്രീമാണിത്. ഈ ബയോട്ടോറിയം ഇന്ത്യയിൽ ശക്തി പ്രാപിക്കാൻ പോകുന്നത് 2025 തുടങ്ങി 2030 വരെയുള്ള പീക്ക് ടൈമിലാണ് സുഹൃത്തുക്കളെ. ആ പീക്ക് ടൈമിൽ ജോയിൻ ചെയ്തത് നമ്മളുടെ ടീമിലായിരിക്കും 100-കണക്കിന് 1000-കണക്കിന് ഡോക്ടേഴ്സും MLM ലീഡേഴ്സും MLM എഡ്യൂക്കേഷൻ ഉള്ള മെമ്പേഴ്സും ജോയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ശക്തമായ ഒരു ടീമിന് രൂപം കൊടുത്തുകൊണ്ട് ഈ ബയോട്ടോറിയത്തിലൂടെ കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനും ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി 24-ാം തീയതി 25-ാം നടക്കുന്ന മീറ്റിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ മീറ്റിംഗിലേക്ക് വരാനായിട്ട് ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്ത് മനോജ് സാറിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തുകൊണ്ട് സീറ്റ് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ജയ് ബയോട്ടോറിയം. താങ്ക് യു സാർ, താങ്ക് യു.
ഇന്നത്തെ സൂം മീറ്റിംഗ് അടിപൊളിയായിരുന്നു. കാരണം എനിക്കൊരു സങ്കടമുണ്ട്, പറയാതിരിക്കാനും പറ്റില്ല. ഇതിന്റെ അകത്ത് 200-ലധികം മെമ്പേഴ്സ് പങ്കെടുത്തെങ്കിലും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ രാമേന്ദ്ര സാറിന്റെ പറഞ്ഞ വാക്കുകൾ പകുതി പോലും കേൾക്കാൻ സാധിച്ചിട്ടില്ല. 7 മണിക്ക് ജോയിൻ ചെയ്ത ആൾക്കാർ വരെ ഇതിന്റെ അകത്തുണ്ട്. അവര് ദൈവത്തെ ഓർത്ത് നിങ്ങള് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ സമയത്തിന് തന്നെ കയറുക. എന്നാലേ നമുക്ക് ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്ന ഈ അറിവുകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്തേക്കുന്ന വ്യക്തികൾക്ക് ഇതേപോലെ ഒരു അറിവ് പകർന്നു തരാൻ കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ പകുതി കേട്ടവരുണ്ട്, ഫുള്ളായിട്ട് കേട്ടവരുണ്ട്. അവർക്കൊക്കെ ഈ നമ്മുടെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാറ് പറഞ്ഞ ആ അറിവുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ, കാര്യങ്ങൾ നമ്മൾ പ്രാബല്യത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് ശക്തമായ ഒരു ലീഡേഴ്സിന്റെ മനോജ് സാറിന് ഒന്ന് ക്ഷണിക്കണേ. മനസ്സാറുണ്ടാ? ഓക്കെ. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ മനസ്സാറിനെ കണ്ടില്ല. ഏതായാലും അത്രക്കും നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നില് തല ഉയർത്തി നിൽക്കുന്ന മനോജ് സാറ് നമുക്ക് വഴി കാണിച്ചു തന്നു. പലതരത്തിലുള്ള വിജയിക്കാനുള്ള വഴികൾ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. 10 മാസം കൊണ്ട് 1 കോടി രൂപയും ഇപ്പൊ 4 കോടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മനോജ് സാറ് നമുക്ക് നേതൃത്വം, KBCയുടെ മറ്റുള്ള കോർ ലീഡേഴ്സും മറ്റുള്ള ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സും നമുക്കുള്ള കാലത്തോളം ഈ ബയോടൂറിംഗ് കമ്പനി തിരിച്ച് നമ്മളെ നമ്പർ 1 കമ്പനിയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി വിജയിച്ചാൽ സാധിക്കും. എന്തായാലും ഇന്ന് നമുക്ക് ഇത്ര മനോഹരമായി കാര്യങ്ങൾ പറഞ്ഞു തന്ന രാമേന്ദ്രൻ സാറിന് ഈ KBCയുടെ പേരിൽ ഞാൻ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി, എല്ലാ ലീഡേഴ്സിനും കോർ ലീഡേഴ്സിനും അതേപോലെ തന്നെ എല്ലാ അസോസിയേറ്റ്സിനും വേണ്ടി ഞാൻ പ്രത്യേകം ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സൂം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു.